ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിഡിലൻ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കിച്ചണിൽ പാത്രം കഴുകാനായിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങൂലേ, വിമ്മിൻ്റെ ലിക്വിഡും വിമ്മിൻ്റെ ബാറും ഒക്കെ ആയിട്ട്. അപ്പോൾ വിമ്മിൻ്റെ ലിക്വിഡ് ഒഴിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ള കിഡിലൻ ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇതിൽ നമ്മൾ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആ ലിക്വിഡ് കേടാവത്തുമില്ല. നമ്മൾ ഇത് 2-3 ദിവസമൊക്കെ നമുക്ക് ഇതിൽ വെക്കാനും പറ്റും കേട്ടോ. മാക്സിമം ഒരാഴ്ചയൊക്കെ നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത്രയൊക്കെയല്ലേ നമ്മൾ വെക്കുള്ളൂ. അപ്പം ആ ഒരു സംഭവം പരിചയപ്പെടുത്തി തരാം. ഇത് ഞാനിപ്പോൾ 2 വാങ്ങിയിട്ടുണ്ട്. ഒന്ന് എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ വാങ്ങിയത് കണ്ട് അവളൊന്ന് ഓർഡർ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ്. അതിന്നാണ് കിട്ടിയത്. അപ്പം ഇതാണ് സംഭവം. ഇതിലിങ്ങനെ ലിക്വിഡായിട്ടുള്ള വിമ്മ് ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കഴുകാനൊക്കെ എളുപ്പമാണ്. നമ്മളിപ്പം ഹാൻഡ് വാഷൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ആ ഒരു സ്ക്രബ്ബറിൻ്റെ മുകളിൽ എടുത്തിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം കേട്ടോ. ഇതുപോലെയാണ് വരിക. ഞാനിത് നിങ്ങൾക്ക് പൊളിച്ചിട്ട് കാണിച്ച് തരാം. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഈ ഒരു സ്ക്രബ്ബറും പിന്നെ നമ്മൾ ഈ ഒരു നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്നതുണ്ടല്ലോ, ഈ ഒരു സംഭവം വരിക. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ നമുക്കിത് ഓപ്പൺ ആയിട്ട് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ പണി. എന്നിട്ടിത് ഇതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ക്ലോസ് ആയി കിട്ടും. അതിൻ്റെ മുന്നേ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ആണ് ഇതിൽ ലിക്വിഡ് ഒഴിക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ തറവാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ഇതിൽ ലിക്വിഡ് ഒഴിക്കുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിന് ഞാനിവിടെ അടുത്തുള്ള ഷോപ്പിൽ വില ചോദിച്ചപ്പോൾ 150 രൂപയാണ് കേട്ടോ അവർ പറഞ്ഞത്. ഡിസ്കൗണ്ട് ഒന്നുമില്ല, 150 രൂപ എന്ന് തന്നെ പറഞ്ഞത്. അപ്പം ഞാൻ മീഷോയിൽ നിന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത്. എനിക്കിതിനായിട്ടുള്ളത് 100 രൂപയാണ് കേട്ടോ. അനിയൻ്റെ ഭാര്യയ്ക്ക് ഇത് വാങ്ങുന്ന സമയത്ത് ഇതിന് 107 രൂപയായിട്ടുണ്ട്. അത്രയും മൂവിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ട് പ്രസ് ചെയ്യണം, എങ്കിലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിനി ലിക്വിഡ് ഒഴിച്ചിട്ട് ഇത് നമുക്ക് പാത്രം കഴുകാനൊക്കെ സ്ക്രബ്ബറിൻ്റെ മുകളിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് ലിക്വിഡ് കിട്ടും. ഇപ്പോൾ ഇത് ഞാനൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഞാൻ ലിക്വിഡ് ഒഴിക്കുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ലിക്വിഡിൻ്റെ ബോട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ അത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാ സ്ത്രീകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. 100 രൂപയേ ഉള്ളൂ. പിന്നെ നമ്മുടെ മീഷോയുടെ കോയിൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിൽ എത്രയാണോ കോയിൻ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കോയിൻ്റെ കുറവും കൂടി വരുമ്പോൾ അതും മൈനസായിട്ട് നിങ്ങൾക്ക് അത്രേ പൈസ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു 10 ദിവസത്തിൻ്റെ മുകളിലായിട്ടോ അത് ഞാനിതിപ്പോൾ ഉപയോഗിക്കുന്നത്. എൻ്റെ സ്ക്രബ്ബർ ലേശം ഒന്ന് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ക്രബ്ബർ മാറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് വിമ്മ് ഒഴിച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ടോ. ഇനിയിപ്പോൾ അത് 2-3 ദിവസത്തേക്കും കൂടിയേ ഉള്ളൂ. അപ്പം നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ അളവിന് ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് യൂസ് ചെയ്യുക. ഈ ഒരു സ്ക്രബ്ബറും വൃത്തികേടാവില്ല, നമ്മുടെ ഈ ഒരു പാത്രം വൃത്തികേടാവില്ല കേട്ടോ. ഈ ഒരു ഡിസ്പെൻസർ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതിപ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നും കൂടി ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ 2 പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രം അധികം വൃത്തികേടൊന്നും ആയിട്ടില്ല. ഇതിൻ്റെ അഴുക്കൊക്കെ ഞാൻ നീക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് ആ ലിക്വിഡ് ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഈസി ആയിട്ട് ഇത് ക്ലീനായി കിട്ടുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ക്രബ്ബറും ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രവും വൃത്തികേടാവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മളിതിപ്പോൾ ഈസി ആയിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു സ്ക്രബ്ബറിൻ്റെ മുകളിലോ ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് വെച്ച പാത്രത്തിൻ്റെ മുകളിലോ യാതൊരു വിധ വൃത്തികേടും ഇല്ല. ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്ന ഒരു 10 ദിവസം ആയി കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് മീഷോയുടെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ വേണമെങ്കിൽ ചാനലിൽ കയറി ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച ശേഷം ഈ സ്ക്രബ്ബർ ഒന്ന് പിഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്ക്രബ്ബറിനുണ്ടാകുന്ന കൊഴുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാറി കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് എന്താ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. പനി ആയതുകൊണ്ടാണ് കേട്ടോ.
ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.